നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. ഇതിനോടകം തന്നെ നിരവധി സാമ്പത്തികമായ മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നത് എണ്ണ മേഖലയിലാണ്. പല രാജ്യങ്ങളിലും എണ്ണയ്ക്ക് വില കൂടുകയും ഇതിനോടകം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റഷ്യക്കെതിരായ നീക്കം ശക്തമാക്കിയ അമേരിക്ക പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യം ബാക്കിയാക്കുകയാണ്. മറ്റൊന്നുമല്ല, റഷ്യയുടെ എണ്ണയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്ക സഹായത്തിനായി സൗദി അറേബ്യയും UAE വിളിച്ചു. എങ്കിലും നേതാക്കളെ കിട്ടിയില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റഷ്യയുടെ നേതാക്കളുമായി സൗദിയും UAE നിരന്തരം ബന്ധപ്പെടുന്നതായും വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. ആയതിനാൽ ഗൾഫ് വിഷയങ്ങളിൽ ജോ ബൈഡൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടിൽ സൗദിക്കും UAEക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായാണ് പുതിയ പ്രതിസന്ധിയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി യുക്രൈനെതിരായ യുദ്ധത്തിൽ നിന്ന് പിൻവലിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം. ഇതിന്റെ ഭാഗമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും റഷ്യയിലെ പ്രമുഖ ഉദ്യോഗസ്ഥർക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. തൊട്ടുപിന്നാലെ റഷ്യൻ എണ്ണയ്ക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണ ശക്തിയാണ് റഷ്യ. യൂറോപ്പിലേക്ക് വരുന്ന എണ്ണയിൽ പ്രധാന ഭാഗം റഷ്യയിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്ക റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണി പ്രതിസന്ധിയിലാകുമെന്ന ഭീതിയാണ്. വില കുത്തനെ കയറും. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും റഷ്യൻ എണ്ണയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. പക്ഷേ യൂറോപ്പ് ഇക്കാര്യത്തിൽ വിട്ടുനിൽക്കുന്ന കാഴ്ചയും കാണാം. റഷ്യയുടെ എണ്ണയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണയുടെ അളവ് കുറയുകയാണ് ചെയ്യുക. ഇത് പരിഹരിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇതിനുവേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദിയുടെയും UAEയുടെയും നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടത്. എന്നാൽ രണ്ടുപേരെയും ഫോണിൽ കിട്ടിയില്ല എന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരെയാണ് ജോ ബൈഡൻ വിളിച്ചത്. പക്ഷേ കിട്ടിയില്ല. എന്നാൽ ഇതേ സമയം ഇരു നേതാക്കളും റഷ്യയുടെ പുടിനുമായും യുക്രൈന്റെ സെലൻസ്കിയുമായും ചർച്ചകൾ നടത്തിവരികയാണ്. ബൈഡൻ ഭരണകൂടത്തിന്റെ ചില നിലപാടുകളിൽ സൗദിക്കും അമേരിക്കയ്ക്കും അവമതിപ്പുണ്ടെന്നാണ് വിവരം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് പല കാര്യങ്ങളിലും ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷം അമേരിക്ക സ്വീകരിക്കുന്നത്. ഇറാനുമായുള്ള നിരന്തര കലഹം അമേരിക്ക നിർത്തിയിട്ടുണ്ട്. പകരം അവസാനവട്ട ആണവ ചർച്ച തുടങ്ങിയേക്കുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ്. ഇത് സൗദിയുടെ അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. യമനിൽ സൗദിയും UAEയും ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിവരികയാണ്. ഇതിനെതിരെ പല യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പിലാണ്. ലോകത്തെ ദരിദ്ര രാജ്യമായ യമനിൽ ആക്രമണം നിർത്തണമെന്ന് പല മനുഷ്യാവകാശ ഏജൻസികളും ആവശ്യപ്പെട്ടിരുന്നു. ഹൂതികൾക്കെതിരായ നടപടിയിൽ അമേരിക്ക വേണ്ടവിധം സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം UAEക്കും സൗദിക്കുമുണ്ട്. സൗദി മാധ്യമപ്രവർത്തകർ ജമാൽ ഖഷോഗിയുടെ മരണത്തിൽ സൗദി കിരീടാവകാശി ബിൻ സൽമാനെ കുറ്റപ്പെടുത്തിയാണ് ജോ ബൈഡൻ നേരത്തെ സംസാരിച്ചിരുന്നത്. ഇത് മാത്രമല്ല, ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ സഹായിക്കണമെന്ന് സൗദിയും UAEയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ UAEയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് അമേരിക്ക തുടക്കമിട്ടുവെങ്കിലും ഹൂതികൾക്കെതിരായ ആക്രമണം ആരംഭിച്ചിട്ടില്ല. അതേസമയം കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കണമെന്ന ആവശ്യത്തെ പിന്തുണച്ച് UAE രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ സൗദി ഇപ്പോഴും മൗനം പാലിക്കുന്നത് ചെറിയ ആശങ്കകളും നൽകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.